അടുത്ത ഒരു മുൻപിൽ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ മനുവും അലീനയും കൂടെ കരിക്ക് കുടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം മനുവിൻ്റെ അടുത്ത് അലീന ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നല്ലതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മനു പറയാണ്, കുടിച്ചു നോക്കിയാലല്ലേ അറിയത്തുള്ളൂ നല്ലതാണോ എന്ന്. മനു ആണെങ്കിൽ അലീനയ്ക്ക് കരിക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മനു ചോദിക്കുകയാണ്, എന്താ കുടിക്കുന്നില്ലേ, നമുക്ക് ഒരുമിച്ച് കുടിക്കാം. അങ്ങനെ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെ കരിക്കൊക്കെ കുടിക്കുകയാണ്. അവരുടെ യാത്ര വീണ്ടും തുടരുകയാണ്. അങ്ങനെ പാലാരി വട്ടത്ത് എത്തുകയാണ്. എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അലീന പറയാണ്, എന്നെ കാണുമ്പോൾ രേവതി കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും മനുവേട്ട. എത്ര നാളുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോഴാണ് അത് നടന്ന്. അവിടുന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. എന്നും ഓരോ പ്രശ്നമല്ലേ എന്ന് പറയാണ്. അപ്പോൾ മനു പറയാണ്, നിനക്ക് രേവതി കുട്ടിയെ കാണുന്നത് നിനക്കും സന്തോഷമാണെന്ന് എനിക്കറിയാം. മനുവേട്ടൻ എന്താ ഇന്ന് ജോലിക്ക് വന്നില്ലേ? എൻ്റെ കൂടെ നിന്ന് സമയം കളയണ്ട, ജോലിക്ക് പൊക്കോളാം പറയാണ്. അപ്പോൾ മനു പറയാണ്, ഇന്നൊരു ദിവസത്തേക്ക് ജോലിക്ക് പോയില്ലെന്നും പറഞ്ഞ് ഒരു കുഴപ്പമില്ല, ഒരു ദിവസം നിൻ്റെ ആയിട്ട് ചിലവഴിക്കാമല്ലോ എന്ന് മനുവും പറയുന്നുണ്ട്. അങ്ങനെ അവർ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അലീന മനുവോട് ചോദിക്കുകയാണ്, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ട് ചെല്ലുമ്പം അവരെന്തോ വിചാരിക്കും. അപ്പം മനു പറയാണ്, എന്ത് വിചാരിക്കാനാ, നമ്മൾ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞെന്നങ്ങ് പറഞ്ഞിരിക്കണം. അപ്പോൾ അലീന ചോദിക്കുകയാണ്, അത്രയ്ക്ക് വേണോ മനുവേട്ട? അതിനെന്താ, നീ പറഞ്ഞോ, പിന്നായാലും നമ്മുടെ വിവാഹം കഴിയുമല്ലോ എന്ന് മനു പറയാണ്. അലീന ചിരിച്ചോണ്ട് പറയാണ്, നല്ല മോഹമാണല്ലോ. മനു ചോദിക്കുകയാണ്, എന്താ ആ മോഹം നടക്കത്തില്ലയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന ഒന്നും മിണ്ടാതെ ചിരിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് കോളിംഗ് ബെല്ലടിക്കുകയാണ്. ബെല്ലടിക്കുമ്പോൾ തന്നെ രേവതി കുട്ടിയാണ് വന്ന് ഡോറ് തുറക്കുന്നത്. ഡോറ് തുറക്കുമ്പോൾ അലീനയെ കാണുമ്പോൾ രേവതി കുട്ടി അങ്ങ് ഞെട്ടുകയാണ്. ചേച്ചി എന്നും പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ഇത് കാണുമ്പോഴത്തേക്കും മനുവിനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം രേവതിക്കുട്ടി മനുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ആഹാ മനുവേട്ടനും ഉണ്ടല്ലേ, വാ കയറി വാ, മനുവേട്ടൻ ഇന്ന് ജോലിക്കൊന്നും പോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പം മനു പറയാണ്, ജോലിക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചാണ് വന്നത്. ഇവിടെ വന്നപ്പം വിചാരിച്ച് ഇന്ന് ലീവ് എടുക്കാമെന്ന് വന്ന് രേവതിക്കുട്ടിയുടെ വീടും എല്ലാം ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ രേവതിക്കുട്ടി വിളിച്ചകത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോഴത്തേക്ക് മാമച്ചാനും ഗ്രേസിയമ്മയും അങ്ങോട്ട് വരുന്നുണ്ട്. രണ്ടുപേരെയും കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അലീനയ്ക്ക്. മാമച്ചൻ അവരെ വിളിച്ചവിടെ ഇരുത്തുന്നുണ്ട്. അപ്പം ഗ്രേസിയമ്മ പറയാണ്, രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. എത്ര നാളുകൊണ്ട് അലീന ഇങ്ങോട്ട് വരണമെന്നും അലീന ചേച്ചിയുടെ കൂടെ ഒരു ദിവസം കഴിയണമെന്നൊക്കെ ആഗ്രഹം പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. ഇപ്പോഴെങ്കിലും അത് നടന്നല്ലോ. ആ രേവതിക്ക് ഭയങ്കര സന്തോഷമായി ഇല്ലേടി രേവതിക്കുട്ടി എന്ന് ഗ്രേസിയമ്മ ചോദിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയാണ്, പിന്നെ എൻ്റെ അലീന ചേച്ചിയുടെ കൂടെ ഒരു ദിവസം നിൽക്കാൻ കഴിയുന്നത് വലിയ കാര്യമില്ലേ, ചേച്ചിയെ കാണാൻ തന്നെ പറ്റിയല്ലോ എന്ന് രേവതിക്കുട്ടി പറയാണ്. അമ്മച്ചൻ പറയാണ്, ഒരു ദിവസം അവൾ എത്ര വട്ടം അലീനയുടെ കാര്യം പറയുമെന്നറിയാവോ, അവൾക്ക് അലീനയുടെ കാര്യം പറയാനേ സമയമുള്ളൂ എന്ന് മാമച്ചായനും പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളെല്ലാം ഇരിക്കും, ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്നും പറഞ്ഞ് ഗ്രേസിയമ്മ അങ്ങ് പോവുകയാണ്. മാമച്ചൻ മനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മോൻ ഇന്ന് ജോലിക്ക് പോകണ്ടായോ എന്ന് ചോദിക്കുകയാണ്. അപ്പം എനിക്ക് എറണാകുളത്തോട്ടാണ് പോകേണ്ടത്, അപ്പോൾ അലീനയും കൂടി ഞാൻ കൊണ്ടുവന്നതാണ്, അപ്പോൾ അലീനെ ഇവിടെ ആക്കിയിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച് അലീനയും കൂടെ കൂട്ടിയതാണെന്ന് മനു പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഗ്രേസിയമ്മ കുടിക്കാനൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒരു ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പം ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട്, വൈജയുടെ അപകടങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു, ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പം മനു പറയാണ്, അതേപോലെ തന്നെ കിടക്കുക, കുറച്ച് നാൾ ഇങ്ങനെ തന്നെ കിടക്കണം, കാലിനും കൈക്കൊക്കെ നല്ല ഫ്രാക്ചറുണ്ട്, അത്ര വലിയ അപകടമായിരുന്നു, ജീവൻ തന്നെ രക്ഷപ്പെട്ടത് വലിയ കാര്യമാണെന്ന് മനു പറയാണ്. അപ്പം മാമച്ചൻ പറയായിരുന്നു, വല്ല കാര്യമുണ്ടായിരുന്നു രാത്രി ഈ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകേണ്ടത്. അപ്പോൾ ഗ്രേസിയമ്മ പറയാണ്, അല്ലെങ്കിലും വൈജയ്ക്ക് ഇത്തിരി അഹങ്കാരമുണ്ട്, അന്ന് വീട്ടിൽ വന്നപ്പോൾ എന്തൊക്കെയാണ് സംസാരിച്ചത്, ഈ അലീനയോട് എന്തൊക്കെ ക്രൂരതയാണ് വൈജ കാണിച്ചു കൂട്ടുന്നത്, അന്നേരം എനിക്ക് തോന്നുന്നു ആ വൈജ ഒരു അഹങ്കാരിയാണെന്ന്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീന ഒന്നും മിണ്ടാതെ കുനിഞ്ഞിരിക്കുകയാണ്. മനു ഒന്നും മിണ്ടുന്നില്ല. രേവതിക്കുട്ടി പറയാണ്, വാ ചേച്ചി നമുക്ക് അകത്ത് പോയിരുന്ന് സംസാരിക്കാം എന്ന് പറയാണ്. എനിക്ക് ചേച്ചിയോട് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് എന്ന് രേവതിക്കുട്ടി അലീനയോട് പറയുന്നുണ്ട്. അമ്മച്ചൻ പറയാണ്, മനുവും കൂടെ ചെല്ല്, ഇപ്പം രേവതിക്കുട്ടിയുടെ മുറിയും അവിടെ എല്ലാം ഒന്ന് കാണാമല്ലോ, കൂടെ ചെല്ല് എന്ന് മനുവിനോടും പറയുന്നു. അങ്ങനെ രേവതിക്കുട്ടിയും അലീനയും മനുവും കൂടെ രേവതിക്കുട്ടിയുടെ മുറിയിലേക്ക് പോവുകയാണ്. അപ്പം അവിടെ ചെന്നിരിക്കുമ്പം, എന്തുണ്ട് മോളെ വിശേഷം എന്ന് അലീന ചോദിക്കുന്നുണ്ട്. എന്ത് ചേച്ചി വിശേഷം, പിന്നെ പുതിയൊരു വിശേഷമുണ്ട്, എൻ്റെ മുത്തശ്ശൻ എന്നെ തിരക്കി വന്ന്. അപ്പോൾ ഇത് കേട്ടുമ്പോഴത്തേക്ക് അലീനയും മനു ഒന്ന് ഞെട്ടുന്നുണ്ട്. മുത്തശ്ശനോ? ഒരു ദിവസം ഞാൻ കോളേജിൽ പോയ സമയത്ത് ഇവിടെ രമേശൻ നായർ എന്ന് പറയുന്ന ഒരാൾ തിരക്കി വന്ന് അങ്ങ് ഓർഫണേജിൽ നിന്ന് അഡ്രസ്സൊക്കെ എടുത്ത് തപ്പിപ്പിടിച്ച് ഇവിടം വരെ വന്നതാണ്. അപ്പം ഇവിടെ ആദ്യം വന്നപ്പം ദേശീയമ്മ ആൻറ്റി പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഒരു കുട്ടിയില്ല, ഇവിടെ നിൽക്കുന്ന കുട്ടിക്ക് 36 വയസ്സാണെന്നൊക്കെ പറഞ്ഞ് ആൻറ്റി രമേശൻ നായരെ പറഞ്ഞു വിട്ട്. പിന്നെയും അയാൾ തിരക്കി വന്നു. അപ്പോഴാണ് ഞാൻ കാണുന്നത്, അന്നേരമാണ് കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത് എന്ന് രേവതിക്കുട്ടി ഭയങ്കര സങ്കടത്തോടെ പറയുന്നുണ്ട്. എന്നെ ഉപേക്ഷിച്ചതാണെന്ന്, അവരുടെ മോൻ്റെ കുട്ടിയാണെന്ന്, എന്നെയും എൻ്റെ അമ്മയും അവർ പണ്ട് ഉപേക്ഷിച്ചായിരുന്നു. അലീന ചോദിക്കുകയാണ്, ഇപ്പം പിന്നെ എന്താ തിരക്കി വന്നേ എന്ന് ചോദിക്കണം അലീന. അത് അവരുടെ മോൻ
അപ്പം മരിക്കാൻ കിടക്കുകയാണെന്ന്. അതുകൊണ്ട് എന്നെ ഒന്ന് കാണണം. അങ്ങനെ അനാഥാലയത്തിലെല്ലാം കയറി ഇറങ്ങി എന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. ഞാൻ അവരുടെ മോൻ്റെ അടുത്ത് ചെല്ലണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. മരിക്കുന്നതിന് മുമ്പ് മോനെ ഒന്ന് കാണണമെന്ന് എന്നെ. ആൻറ്റി ഈ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ്. അങ്ങനെ ഞാനറിയാതെ എന്നെയും കൊണ്ട് അവിടെ രമേശൻ നായർ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ പോയായിരുന്നെന്ന് രേവതിക്കുട്ടി പറയുകയാണ്. മോളുടെ അച്ഛനെ കണ്ടോ എന്ന് അലീന ചോദിക്കുകയാണ്. കണ്ട്, സുഖമില്ലാതെ കിടക്കുകയാണ്. എന്നെ കണ്ട് ഒത്തിരി കരഞ്ഞു. അന്നേരം ഒന്നും മനസ്സിലായില്ലായിരുന്നു എനിക്ക് എൻ്റെ അച്ഛനാണെന്ന്. തിരിച്ചു പോരുന്നപ്പോഴാണ് ആൻറ്റി കഥകളൊക്കെ എന്നോട് പറഞ്ഞത്. എന്നെയും എൻ്റെ അമ്മയും ഉപേക്ഷിച്ചതാണെന്ന്. ഇപ്പോൾ വേറൊരു സ്ത്രീയെ കെട്ടിയിട്ടുണ്ട്. ആ സ്ത്രീയാണെങ്കിൽ അയാളുടെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. അപ്പം മരിക്കാൻ കിടന്നപ്പോൾ എന്നെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നിയത്. അങ്ങനെ ആ മുത്തശ്ശൻ തിരക്കിയിറങ്ങിയതും എന്നെ കണ്ടെത്തിയതും. ചോദിക്കുകയാണ്, എന്തിനാണ് അന്ന് മോളുടെ അമ്മയെ ഉപേക്ഷിച്ചെന്നാണ് പറഞ്ഞത്? അത് അവരുടെ കുടുംബത്തിന് ചേർന്ന പെണ്ണായിരുന്നില്ല എൻ്റെ അമ്മ. അതുകൊണ്ട് അവരാ വീട്ടിൽ എൻ്റെ അമ്മയും കയറ്റിയില്ലായിരുന്നു. പിന്നെ ഞാനായ സമയത്ത് അച്ഛനെ ഞങ്ങളിൽ നിന്നും അവർ പിടിച്ചുകൊണ്ട് പോയി. അപ്പോഴത്തേക്ക് അമ്മ മാനസികമായി തകർന്ന് അവസാനം അമ്മ ആത്മഹത്യ ചെയ്ത് എന്നെ ഓർഫനേജിലാക്കിയെന്നും പറഞ്ഞ് രേവതിക്കുട്ടി പൊട്ടിക്കരയുകയാണ്. അപ്പം അലീന പറയാണ്, മോള് വിഷമിക്കണ്ട, മോൾ എന്തിനാ കരയുന്നത്? അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടണമെങ്കിൽ അതിനൊരു ഭാഗ്യം ചെയ്യണം. നമുക്കതിനുള്ള ഭാഗ്യമില്ലെന്ന് വിചാരിച്ചാൽ മതി എന്ന് അലീന രേവതിക്കുട്ടിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മനുവും പറയുന്നുണ്ട്, അങ്ങനെ വിചാരിച്ചാൽ മതി മോളെ. പിന്നെ അതുകൊണ്ടല്ലേ ഇത്രയും നല്ലൊരു ആൻറ്റി അങ്കിളിനെ മോൾക്ക് കിട്ടിയത്. അവർ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം തരുന്നല്ലോ എന്ന് മനു പറയുന്നുണ്ട്. അപ്പം രേവതിക്കുട്ടി പറയാണ്, അത് ശരിയാ മനുവേട്ടൻ പറഞ്ഞത്. എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെയാണോ എന്നെ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെയാണ് ആൻറ്റി അങ്കിളും എന്നെ സ്നേഹിക്കുന്നത്. ഞാൻ അവരെ വീട്ടിൽ ഇനി എങ്ങും പോകത്തില്ല. അന്ന് അവരെൻ്റെ അമ്മയെ ഉപേക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കത്തില്ലായിരുന്നോ? എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ പറ്റുമായിരുന്നല്ലോ. ഇനി ഒരിക്കലും എൻ്റെ അമ്മയെ കാണാൻ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞ് രേവതിക്കുട്ടി പൊട്ടിക്കരയുകയാണ്. അങ്ങനെ അലീനയും മനുവും കൂടെ രേവതിയെ ആശ്വസിപ്പിക്കുകയാണ്. ഞാൻ ആൻറ്റിയുടെ അടുത്തും അങ്കിളിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, ഇനി ആര് വന്നാലും എനിക്ക് കാണുകയും സംസാരിക്കുകയും വേണ്ടെന്ന്. എനിക്കിനി ആരെയും കാണുകയും വേണ്ട എന്ന് രേവതിക്കുട്ടി പറയുകയാണ്. രേവതിക്കുട്ടിയുടെ സങ്കടം കണ്ട് മനുവിനും അലീനയ്ക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. എന്തായാലും മനുവും അലീനയും കൂടെ രേവതിക്കുട്ടിയെ ആശ്വസിപ്പിക്കുകയാണ്.